ഹലോ, ഞാനില്ലേ ഈ ഒരു ബ്യൂട്ടിഫുൾ സുങ്കിടി സാരി, കോട്ടൺ സാരിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. ഇതില്ലേ ത്രയംബിക പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിങ്ങളൊന്ന് പോയിട്ട് നോക്കി നോക്കൂ. നല്ല സുന്ദരി സുന്ദരി കോട്ടൺ സാരികളുണ്ട്. അപ്പോൾ ആ പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നൊരു സാരിയാണ്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഒരു ബ്ലൗസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ ഉടുക്കാൻ നല്ല സുഖമുണ്ട്. ഉടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കും, ഒതുങ്ങി നിൽക്കും. അതായത് നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സുന്ദരിയായിട്ട് ഒതുങ്ങി നിൽക്കാൻ പറ്റിയിട്ടൊരു സാരി. നമ്മൾ കോട്ടൺ സാരി ആണെങ്കിലും ഉണ്ടല്ലോ, അപ്പോൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കില്ലേ, എന്താ പറയുക, ഈ കോട്ടൺ സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിനൊക്കെ കല്യാണത്തിന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും എന്താ പറയുക വിചാരിക്കാം പട്ട് സാരിയൊക്കെ ഉടുത്തിട്ട് പോകണമെന്നല്ലേ. പക്ഷേ നല്ല ഭംഗിയിലൊക്കെ സാരി ഉടുത്ത് നമുക്കിങ്ങനെ കോട്ടൺ സാരി എന്തപ്പം നോക്കൂ നിങ്ങൾ, മുല്ലപ്പൂവൊക്കെ വെച്ച് മുടി പിന്നിയിട്ട് നല്ലൊരു ചെയിനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാരി കണ്ടോ, എന്തൊരു ബ്യൂട്ടിഫുൾ സാരിയാണ്. ഇതിനൊക്കെ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ട്. ഈ യെല്ലോൻ്റെ ഇങ്ങനെ ഒരു കസവൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇങ്ങനെ പറന്ന് വന്നത്, ഇങ്ങനെ എന്താ വേർത്ത് കുളിച്ചതാണ്. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സാരി ഇങ്ങനെ പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ ഇതൊന്നും വക വയ്ക്കാതെ പറന്ന് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്, ഇതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാരി. നല്ല ഭംഗിയുണ്ട്, നല്ല കളറും. സുങ്കിടി കോട്ടൺ സാരി, അതാണ് അതിൻ്റെ പേര് അതാണ്. അവരെനിക്കിത് നല്ല ഭംഗിയിൽ അയച്ചു തന്ന നല്ല ഭംഗിയുള്ളൊരു സാരി ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുപ്പിവളയൊക്കെ ഇട്ടിട്ട്, പിന്നെ അത് മാത്രമല്ല നമ്മളെപ്പോഴും ഒരു സാരി ഉടുക്കുമ്പം എൻ്റെ ഒരു ഇതാട്ടോ, ബ്ലൗസ് നല്ല ഭംഗിയിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി എങ്ങനെ ഉടുത്താലും ഭംഗിയാണ്. അപ്പം ഞാൻ ബ്ലൗസ് അടിക്കുന്നത് ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ മിംസിൻ്റെ അടുത്തുള്ള എനിക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നത് വിനോദേട്ടനാണ്. അപ്പം വിനോദേട്ടനാണ് എനിക്ക് ഈ ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് തന്നത്. ഞാനത് എങ്ങനെയോ ഉടുത്തതാട്ടോ, ഇങ്ങനെ ഉടുത്ത് ഓടി വന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ചില വീഡിയോസിലൊക്കെ ഞാൻ സാരി ഉടുത്ത് പോകുമ്പോൾ അവർ പറയും സാരീൻ്റെ പ്ലീറ്റ്സ് ശരിയായില്ലേ, അത് ഇതില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഇവൻ്റെ പൊട്ട് പോയോ ഇല്ല, ഞങ്ങളൊക്കെ കഴിഞ്ഞ് വേർത്ത് കുളിച്ചിട്ട് വരിക, എന്നാലും ഇത് പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല കുട്ടി. അപ്പം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സാധാരണക്കാരിയായ ഒരാൾ എങ്ങനെയാണ് സാരി ഉടുക്കുക എന്നാണ് ഞാൻ കാണിച്ചത്. അപ്പം നമ്മളിപ്പം എന്നും നമുക്ക് ബ്യൂട്ടി പാർലർ പോയിട്ട് ഉടുക്കാൻ പറ്റുമോ കുട്ടി? അപ്പോൾ ഇങ്ങനെ ഉടുത്ത് ഇപ്പം എന്താ ഇപ്പം ഇതിനൊരു കുറവ്? നൈസായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഉടുത്താലും സാരി നല്ല ഭംഗിയുള്ളതുകൊണ്ട് എങ്ങനെ ഉടുത്താലും നല്ല ഭംഗിയാണ് കുട്ടി. അപ്പം ഈ സാരി പറയാതെ ഇരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് കണ്ട ഇങ്ങനെ ഒരു ഗോൾഡനൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ മേലെയും ഒരു ബ്ലൗസും എൻ്റെ മേലെയും ഗോൾഡൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. കെട്ടഴിഞ്ഞു പോയോ? ഇല്ല, എനിക്കിഷ്ടപ്പെട്ടു ഈ സാരി. അപ്പോൾ ഇത് ശരിക്കും എല്ലാവരും ചിലർ പറയും ബാക്കിൽ കെട്ട് എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ല. പക്ഷെ എനിക്കിങ്ങനെ വൈഡ് കഴുത്താവുമ്പോൾ എന്താ പറയുക, ഞാൻ ഈ ഡാൻസൊക്കെ ചെയ്യുമ്പം എനിക്ക് കാര്യമായിട്ട് ഡാൻസർ ഇഷ്ടമാണ് സാരി ഉടുക്കാൻ. അപ്പോൾ ഈ ഡാൻസ് ചെയ്യുമ്പോൾ ഇതങ്ങോട്ട് അഴിഞ്ഞു പോകും. ഇപ്പം എല്ലാവരും ആണോ എന്നറിയില്ല, ഞാനൊക്കെ പാഡ് ഉള്ള ബ്ലൗസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബ്രേസിയർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയും പിടുത്തമില്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ബ്രാ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ പിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മേലെ ആ ബട്ടൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അപ്പം അങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടും അത് അന്യം നിന്ന സംസ്കാരമായതുകൊണ്ടും എനിക്ക് ബാക്കിൽ കെട്ട് വേണം. അപ്പം ഈ സാരി നിങ്ങൾ ചെക്ക് ചെയ്യും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പ്ലീറ്റ്സ് ഇട്ടാലും നല്ല ഭംഗിയാണ്, കാരണം ഒതുങ്ങി നിൽക്കും. നമുക്ക് ഇതിപ്പോൾ ഒരാൾ ബാക്കിൽ ഇങ്ങനെ ഒന്ന് വലിച്ച് കുത്തി തന്നാലാണ് അതിൻ്റെ ഒരു ഭംഗിയിൽ നിൽക്കാം. നമുക്ക് ഇങ്ങനെ ഉടുക്കാം, അല്ലെങ്കിൽ നമ്മളെ മറ്റേ ഒരു ഉടുക്കലില്ലേ, അലസമായ ഒരു ഉടുക്കൽ, അതും എനിക്കിഷ്ടമാണ്. ഇങ്ങനെ വെച്ചിട്ട് ഒരു അമ്പലത്തിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വളരെ ഒരു മുല്ലപ്പൂക്കെ വെച്ച് മുടിയൊക്കെ ഒന്നിങ്ങനെ അഴിച്ചിട്ട് കുപ്പിവളയൊക്കെ ഇട്ട് വളരെ സിമ്പിളായിട്ട് ആ മുടീൻ്റെ അറ്റം വേണമെങ്കിൽ ഒന്നിങ്ങനെ മുടീൻ്റെ അറ്റം നമ്മളിങ്ങനെ കെട്ടൂലേ. അപ്പോൾ നിങ്ങൾ പറയും മുടിയുള്ളവർക്കൊക്കെ അല്ലേ ഇത് നടക്കുകയെന്ന്. മുടിയില്ലാത്തവർക്ക് അതിൻ്റെ രീതിയിൽ കെട്ടാം. അപ്പം തൽക്കാലത്തേക്ക് ഞാൻ എനിക്ക് ഇന്നെ വെച്ചിങ്ങനെ അയ്യോ കണിയാൻ പറ്റില്ല. എന്തായാലും ഇത് കണ്ടോ, ഇങ്ങനെ പോവാം. ഇതിനൊരു പ്രത്യേക ഭംഗി, എങ്ങനെ സാരി ഉടുത്ത് പോകാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സാരി ഉടുത്തിട്ട് ഇങ്ങനെ നിൽക്കാനൊക്കെ രസമാണ്. പിന്നെ അതുമാതിരി മറ്റേ പോലെ എടുക്കാം, പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ത്രയംബിക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാ പേജിലൊന്ന് പോയിട്ട് നോക്കി നോക്കൂട്ടോ. അതേപോലെ തന്നെ ഇവർ തന്നെ എനിക്ക് വേറൊരു ബ്യൂട്ടിഫുൾ സാരിയും കൂടെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പം അതിനെ ഞാൻ ഇതേമാതിരി തന്നെ വേർത്ത് കുളിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അത് നല്ല ഭംഗിയുള്ളൊരു സാരി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കളറാണ്. ഇതേപോലെ സുങ്കിടി കോട്ടൺ സാരി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ അതും എനിക്ക് അവർ അയച്ചു തന്നതാണ്. അപ്പം അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ പറയാൻ വേണ്ടി വന്നതാണ്. അതിനെക്കുറിച്ചല്ല, അതും ഉണ്ടെന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ സാരി ഉടുക്കുമ്പോൾ എല്ലാവരും ഒരു സാരി ഇങ്ങനെ ഉടുക്കരുത് കേട്ടോ. ഇതല്ല സാരീൻ്റെ ഭംഗി. സാരി ഉടുക്കുമ്പം കുറച്ചൊന്നിങ്ങനെ, ഇതാണ് ആ ഒരു ഭംഗി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. സാരി ഇങ്ങനെ ഉടുക്കുമ്പോഴല്ലേ എൻ്റെ ഒരു ഭംഗി അല്ലേ?
അപ്പം എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഉടുത്താലാണ് കൂട്ടരെ ഭംഗി. എന്നെ സ്നേഹിക്കുന്നവരൊക്കെ സാരി ഇങ്ങനെ ഉടുക്കും, ഇങ്ങനെ ഉടുത്താലാണ് ഭംഗി. സാരി എപ്പോഴും എന്ന് പറയുന്നത് ഒരു സെക്സി ആയിട്ടുള്ളൊരു വേഷമാണ് സാരി. ചില ആൾക്കാരൊക്കെ പറയും അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്തിനാ ഈ വേഷം ഇട്ടെന്ന്, നല്ലൊരു സാരി ഉടുത്താൽ പോരെയെന്ന് ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ വിചാരിക്കുക സാരിക്കാണ് ശരിക്കും സെക്സി ആയിട്ടുള്ളൊരു വേഷം. സാരിയിൽ നമ്മൾ പുറം കാണുന്നുണ്ട്, വയറിൻ്റെ സൈഡ് കാണുന്നു. പണ്ടുള്ള ആൾക്കാരൊക്കെ സാരി ഉടുക്കുന്നത് ഫുള്ള് എല്ലാ ഭാഗവും കണ്ടുകൊണ്ടാണ് ഉടുക്കൽ. പഴയ വീഡിയോയിലും പഴയ ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ സെക്സി ആയിട്ടുള്ള വേഷം, പെണ്ണിനെ പെണ്ണാക്കി മാറ്റുന്നൊരു വേഷമാണ് സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി ഉടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ത്രീ സൗന്ദര്യത്തിനെ മാറ്റുകൂട്ടുന്ന ഒരു വസ്ത്രമാണ് സാരിക്കുള്ള പരസ്യമല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പം സാരി എന്ന് പറയുമ്പോഴാണ് നമ്മളൊരു സ്ത്രീയെ ഇങ്ങനെ സങ്കല്പിക്കുമ്പോൾ, ഞാൻ സങ്കല്പിക്കുമ്പോൾ ആ ഒരു സാരി കൊടുത്തിട്ടൊരു വശ്യത നിറഞ്ഞ ഒരു രൂപമാണ് സ്ത്രീ സാരി ഉടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും സാരി ഉടുക്കും, പിന്നെ നല്ല ഭംഗിയിൽ ഉടുക്കും, ഇങ്ങനെ കൊടുത്തോളൂ. ഉള്ളിലേക്കൊന്നും സാരി പോവാതെ ഇങ്ങനെ ഉടുത്തിട്ട് എല്ലാവരും നടക്കും. ഭംഗിയില്ലേ? നന്നായില്ലേ ഈ സാരി? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതെനിക്ക് ഇല്ലേ പറഞ്ഞിട്ട് മതിയാവുന്നില്ല. അതുകൊണ്ടാണ് എനിക്കിതിൻ്റെ കളറും ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ ആ ഒരു പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ട്, പറന്ന് കളിക്കുന്നില്ല. ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ബൈ.